ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴും അതിനകത്ത് ഒടിയൻ എന്നെ പിടിക്കാൻ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ രാത്രി കട പൂട്ടിയിട്ട് ഇറങ്ങി പോകുമ്പം ഞാൻ മൂത്രമൊഴിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ വേലി എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒടിയൻ എന്നെ പിടിക്കാൻ, ഞാൻ ഓടുന്നു. അപ്പോൾ വെളിച്ചമുള്ള ഭാഗത്ത് ചെന്നാൽ ഒടിയൻ വരില്ല, ഇരുട്ടിലേക്ക് പോയാൽ ഒടിയൻ വരും. അപ്പോൾ വെളിച്ചത്തിൻ്റെ അവിടെ ചെന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ ഓടുമ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബാഗ് കടയിൽ നിന്ന് വരുന്നൊരു സഞ്ചിയുണ്ട്. ഈ സഞ്ചി കളയേണ്ട, കൈ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതും പീറ്റർ ഹെയ്നാണ് ഫൈറ്റ് മാസ്റ്റർ. നേരത്തെ പുലിമുരുകലിൽ അഭിനയിച്ചുകൊണ്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ കാര്യമായിട്ട് അദ്ദേഹം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരിക്കൽ വിയറ്റ്നാമിൽ അവിടെ എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയ സമയത്ത് ഒരു ഷോ ചെയ്തു. അവിടെ ഇവിടെ നിന്ന് പാട്ടുകാരായിട്ട് 2 പേര്, സുദീപും അഖില എന്ന് പറഞ്ഞ 2 പേര് മാത്രം പാട്ടുകാരായിട്ട് ഞാനും. അന്ന് ആ സമയത്ത് ആ ഷോയ്ക്ക് ചീഫ് ഗസ്റ്റായിട്ട് പീറ്റർ ഹെയ്ൻ, അദ്ദേഹം അവിടെയാണ്, വിയറ്റ്നാമിലാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഷൂട്ടിംഗ് ആയിരുന്നു. അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വരികയും, അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു അടുത്ത ഒരു ബന്ധം കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാനിങ്ങനെ ഓടുന്നു, ഇദ്ദേഹം വരുന്നു, 2-3 ക്യാമറയൊക്കെ ഉണ്ട്. ഞാൻ എന്നിട്ട് ഓടി വന്ന് ഈ വെളിച്ചത്തിലേക്ക് വീഴും. ഈ സ്ട്രീറ്റ് ലൈറ്റുള്ള ആ ഭാഗത്തേക്ക് ഞാൻ വന്ന് വീഴും. ഞാൻ വന്ന് ഈ വീഴുന്ന സമയത്ത് ഈ കൈ രണ്ടും ഇങ്ങനെ ഊന്നി വീഴണം. അപ്പം എന്നാലേ ഈ മണ്ണിൽ നമ്മൾ നെഞ്ചിടിച്ചൊന്നും വീഴാതിരിക്കുകയുള്ളൂ. കെയർഫുള്ളായിരിക്കണം. അപ്പോൾ ഈ ഒരു കയ്യിൽ ഫ്രീ ആണ്, ഒരു കയ്യിൽ ഈ ബാഗ് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ബാഗ് വീഴരുത്, ആ ബാഗ് ഇങ്ങനെ പിടിച്ചിരിക്കുക. അപ്പം ഞാൻ വന്ന് ഇങ്ങനെ മുട്ടുകുത്തി വീഴുന്ന സമയത്ത് ആക്ഷനിൽ വീണപ്പോൾ എന്തോ ഒരു പറഞ്ഞാൽ ഈ ബാഗ് കയ്യിലിരിക്കുന്നുണ്ട്, ഈ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇത് കറക്റ്റായിട്ട് ഈ നെഞ്ചിൻ്റെ ഈ നെഞ്ചാമൂടെന്നൊക്കെ നമ്മളെ തിരുവനന്തപുരം ഭാഷയെ പറയും, ഇവിടെ ഈ തള്ള വിരൽ ഈ വീണ് ഫുൾ ഫോഴ്സ് എൻ്റെ ബോഡിയുടെ വെയിറ്റ് ഇവിടെ ഇങ്ങനെ ഇടിച്ചു. അപ്പം ഓക്കെ കട്ട് 1 more എടുക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ എനിക്ക് കേൾക്കാം എന്തോ പറയണത്. പക്ഷേ ഈ ശ്വാസം മുകളിൽ എടുക്കാക്കണില്ല. ഈ ശ്വാസവും നിന്ന് എനിക്ക് വേദനയെന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ വേദന. പക്ഷെ വേറെ ഒന്നുമില്ല, കാഴ്ചയ്ക്കൊന്നുമില്ല. എനിക്ക് എഴിക്കാൻ വെക്കണില്ല, എനിക്ക് അവിടെ നിന്ന് എഴിക്കാൻ വെക്കണില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എഴിക്കാനായിട്ട് വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരോ ഒന്ന് ബാബാ എന്ന് പറഞ്ഞ് കൈ പിടിച്ചു. എനിക്ക് കൈ പിടിച്ചാൽ എനിക്ക് വേദന, എനിക്ക് പൊങ്ങാൻ പോലും സാധിക്കുന്നില്ല. ആ ഫൈറ്റ് മാസ്റ്ററിൻ്റെ കൂടെയുള്ള ആരോ ആണ് വന്ന്. അപ്പോൾ അവർ ചെന്നാച്ച് ഞാൻ പറഞ്ഞ് എനിക്ക് ഇവിടെ ഇടിച്ചു. അതല്ല ഒന്നുമില്ല. അപ്പോൾ ഈ ഇടിച്ചെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തോ തട്ടി എന്നുള്ള രീതിയിലാണ്. അല്ല കുഴപ്പമില്ല ബാബാ എഴിക്കുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എഴിക്കാൻ പറഞ്ഞു. അപ്പം മാസ്റ്ററിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പതുക്കെ ഒരു വിധത്തിൽ എഴിച്ചെന്നപ്പോൾ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല, വെറുതെ ഇരിക്കണം. മാസ്റ്റർ ഒന്ന് എന്നാച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് അത് സാരമില്ല ചെറുതായിട്ട് ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു മാസ്റ്റർ അങ്ങനെയല്ല, എനിക്ക് ശ്വാസം വിടാക്കുള്ള മാസ്റ്റർ, എനിക്ക് ഭയങ്കര പെയിൻ മാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറച്ച് അഭിനയിക്കേണ്ടി വന്നു. കാര്യം എൻ്റെ വേദന എത്രയാണെന്ന് അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാവില്ല, മാസ്റ്റർക്ക് മനസ്സിലാവണില്ല. എനിക്ക് അടുത്ത ഷോട്ട് നടക്കാൻ പോലും, എനിക്ക് നടക്കുമ്പോൾ ഇങ്ങനെ കാല് വയ്ക്കുമ്പോൾ വേദന എടുക്കുകയാണ്, ഇവിടെ മുഴുവൻ വേദന എടുക്കുകയാണ്. ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ കൊള്ളില്ല. അതിന് ഞാൻ വീണ്ടും ഓടി വന്ന് വീണ്ടും വീഴണം. എനിക്ക് ഓടാനേ പറ്റില്ല, പിന്നെയല്ലേ വീണത്. കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പം മാസ്റ്റർക്ക് മനസ്സിലായി ഇത് കുറച്ച് വേദന കൂടുതലാണ്, സീരിയസ്. അപ്പം അങ്ങനെ പറഞ്ഞു നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യും, സമാധാനം എടുക്കാം. പക്ഷേ ഇത് എടുത്തേ വെക്കുള്ളൂ, വേറെ മാറി. ഞാൻ പറഞ്ഞു എടുക്കാം മാസ്റ്റർ, പക്ഷേ ഇതേപോലെ വീഴാൻ ഒക്കില്ല, ഒന്ന് കുറച്ച് അത് നോക്കാം, എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മാസ്റ്റർ സമയം തന്നു. അദ്ദേഹം എന്നെ ഒന്നിങ്ങനെ ഇതൊക്കെയൊക്കെ എന്നെ പിടിച്ച് ഒരു ഇതൊക്കെ ചെയ്തു. കഴിഞ്ഞപ്പോൾ വേദന കുറച്ചൊന്ന് കുറഞ്ഞു. പക്ഷേ ചെറുതായിട്ടേ കുറഞ്ഞുള്ളൂ. ഈ സ്പ്രേ അടിക്കുന്നത് എവിടെയെന്ന് ഇത് ഈ കാര്യം സ്പ്രെഡായിരിക്കണം വേദന, ദേഹം മുഴുവൻ വേദനയാണ്, ഈ ഭാഗം മുഴുവൻ, നെഞ്ച് മുഴുവൻ അങ്ങ് വേദനയാണ്. പിന്നെയും ഓടി വന്ന് വീണു. പിന്നെ ഓടാനായിട്ട് ശ്രമിക്കണം. സ്റ്റാർ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടാൻ നോക്കണില്ല. ഞാൻ പതുക്കെ ഫാസ്റ്റർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. എവിടെ ഫാസ്റ്റർ, എനിക്ക് ഓടാൻ പറ്റണില്ല. എന്നിട്ട് എങ്ങനെയോ വന്ന് വീണ്. ഈശ്വര, അന്നത്തെ രാത്രി അനുഭവിച്ച വേദന എങ്ങനെയോ അത് ഷൂട്ട് ചെയ്തു. പക്ഷേ അത് ഈ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് രക്തം വരികയോ ഒന്നും ചെയ്തില്ലല്ലോ. നമ്മൾ വേദന എന്ന് പറയണമല്ലാതെ എനിക്ക് വേദനയാണെന്ന് പറയാൻ പോലും പറ്റണില്ല, അത്രയ്ക്ക് വേദന. കാര്യം ഈ വിരലിൻ്റെ ഈ ഭാഗം ആണ് ഇവിടെ ഈ കറക്റ്റ് ഇവിടെ അങ്ങ് ഇടിച്ചങ്ങ് കയറി. അത് ആ ബാഗ് പിടിച്ചെന്ന് എൻ്റെ തെറ്റുകൊണ്ട് തന്നെയാണ്. ഞാൻ ആ ബാഗ് പിടിച്ചപ്പോൾ കുറച്ച് കൈ മാറ്റുന്നതിന് മുമ്പേ അങ്ങ് വീണുപോയി. അപ്പോൾ ഒരു ചെറിയ നമ്മുടെ ഭാഗത്തുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ സൂക്ഷിക്കണമായിരുന്നു, കുറച്ചുകൂടെ സൂക്ഷിക്കണമായിരുന്നു. അങ്ങനെ വന്ന് ഇടിച്ച് അന്നത്തെ ദിവസം മുഴുവൻ വേദന കൊണ്ട് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. എന്നിട്ടും ആ സീക്വൻസ് ഫുള്ള്
ഷൂട്ട് ചെയ്ത് എനിക്കാണെങ്കിൽ അടുത്ത ദിവസം പോവുകയും വേണം. ആ സീക്വൻസ് ഫുള്ള് ഷൂട്ട് ചെയ്ത് തീർത്ത് എന്നിട്ടാണ് ഞാൻ പോയത്. ഒരുവിധം 2 ദിവസം 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വേദന മാറി. പിന്നെ ഞാൻ നാട്ടിൽ വന്ന് മരുന്നൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് പിന്നെ അടുത്ത പടത്തിന് പോയത്. അങ്ങനെ ഒരു ഭയങ്കര വേദനയിൽ കൂടി ചെയ്ത് തീർത്ത പടമാണ് ഈ ഒടിയൻ. ശരിക്കും പിടിച്ചതുപോലെ ആയിപ്പോയി. ഈ അപകടം പറ്റിയതിനെ പറ്റി പറഞ്ഞപ്പോൾ അപകടം പറ്റേണ്ടിയിരുന്ന ഒരു സാധനവും കൂടെ ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അതൊരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഇങ്ങനെ ഒരു ദിവസം ഒരു ഫോൺ വന്നു. അദ്ദേഹം ഒരു മാഷാണ്, അദ്ദേഹം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യണത്, അദ്ദേഹത്തിൻ്റെ പടമാണ് എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആ പടത്തിൽ ഡയറക്ടർ സംസാരിച്ചു, കഥാപാത്രം സംസാരിച്ചു, എല്ലാം കഴിഞ്ഞു അഭിനയിക്കാൻ പോയി. ഒരു സ്ഥലത്ത് ഒരു വലിയ മുതലാളി കയ്യേറാൻ വരുന്നതും അതിനെ നാട്ടുകാരെല്ലാം കൂടെ എതിർക്കുന്നതും, ആ നാട്ടുകാരെ എതിർക്കുന്നതിന് മുമ്പ് ആദ്യം ഞാനും പിന്നെ വേറെ ഞങ്ങൾ 2-3 പേര് മാത്രം എതിർക്കും. അപ്പോൾ ഈ മുതലാളി വലിയ പ്രശ്നമുണ്ടാകും, ഗുണ്ടകളുണ്ടെന്ന് പറയും. അപ്പോൾ ഈ നാട്ടുകാർ അവിടെ നിന്നിങ്ങനെ ഓടി വന്ന് കൊടി കുത്തും. അപ്പോൾ ഈ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അഭിനയിക്കാനും വലിയ താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുന്നത്, ശരീരത്തിൽ എല്ലിൽ, മജ്ജയിൽ, ചതയിൽ, രക്തത്തിൽ എല്ലാം കമ്മ്യൂണിസമാണ്. ഭയങ്കര കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. പക്ഷെ നല്ലൊരു സ്നേഹമുള്ളൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസത്തിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം മരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം. അദ്ദേഹത്തിന് അഭിനയത്തിനും വലിയ താല്പര്യമുണ്ട്. അപ്പം ഈ സീക്വൻസിൽ ഈ ഓടി വന്ന് നാട്ടുകാരെ കൊണ്ടുവരുന്നത് ഒരാളുണ്ട്. ആ നാട്ടുകാരൻ ഒരു ലുങ്കിയും ബനിയനൊക്കെ ഇട്ടിട്ട്, അപ്പം ഇദ്ദേഹം ഓടി വന്നിട്ട് അവിടെ വന്ന് കൊടി ഇങ്ങനെ നാട്ടിയിട്ട് ഇൻകുലാബ് സിന്ദാബാദൊക്കെ വിളിക്കും. ഞങ്ങളെല്ലാം തടുത്തൊക്കെ നിർത്തും. എല്ലാം ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടാണ് വരണത്. അപ്പോൾ എൻ്റെ അടുത്താണ് ഇദ്ദേഹം വന്ന്. അപ്പോൾ റിഹേഴ്സൽ നോക്കിയപ്പോൾ ഇവരെല്ലാം ഓടി 10, 50, 100 പേരായിട്ട് ഓടി വന്നു. ഇദ്ദേഹം ഫ്രണ്ടിൽ വന്നിട്ട് ഇപ്പോൾ ഈ കൊടി റിഹേഴ്സൽ നോക്കുന്നതാണ്. കൊടി നാട്ടുമ്പോൾ ഈ മണ്ണിലിങ്ങനെ കുത്തുമ്പോൾ ഇതിങ്ങനെ അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു നിൽക്കുന്ന രീതിയിലാക്കി തരാമെന്ന് പറഞ്ഞു. നല്ലൊരു തേക്കും കഴയൊന്നുമല്ല, പക്ഷെ നല്ല കട്ടിയുള്ളൊരു കമ്പ വലിയ, എന്നിട്ട് അതിൽ ഇങ്ങനെ വലിയ ചുമന്ന കൊടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ താഴ്ഭാഗം ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ മൂർച്ഛിപ്പിച്ചു. കുന്തമന ഇങ്ങനെ നല്ല ഒന്നാന്തരം കുന്തമന പോലെ ഷാർപ്പാക്കി. ഇപ്പോൾ വെറുതെ ഇങ്ങനെ വെച്ചാലും ബുസ്ക് എന്ന് പറഞ്ഞാൽ അത് മണ്ണിൽ കുത്തി നിൽക്കും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം അങ്ങ് മറവിലേക്ക്, അപ്പുറത്ത് മറവിൽ നിന്നാണ് വരണത്. ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ഓടി വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ക്രെയിനിൽ ക്യാമറയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കഥാപാത്രമായി മാറി. ഇത് ഞാൻ അറിയുന്നില്ല. ഇദ്ദേഹം ആ കംപ്ലീറ്റ് ആവാഹിച്ചങ്ങ് കയറി. ഇദ്ദേഹത്തിന് അങ്ങ് ശരിക്കുള്ളൊരു ശക്തനായ മുതലാളിത്തത്തിനെതിരായിട്ട് സിന്ദാബാദ് വിളിക്കുന്ന ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാറി അവിടെ ചെന്നപ്പം. അങ്ങനെ ആയിക്കൊണ്ടാണ് ഇങ്ങോട്ടുള്ള വരവ്. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇവിടെ നമ്മൾ ഡയലോഗ് പറഞ്ഞു തീർന്നപ്പോൾ ഡയറക്ടർ പറഞ്ഞു നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അവിടെ ഇദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പുറകിൽ ഈ പരിവാരങ്ങളും എല്ലാം കൂടെ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഒറ്റ കുത്തിയിട്ട് പറഞ്ഞു നടക്കില്ല ഇവിടെ ഇൻകുലാബ് സിന്ദാബാദ് എല്ലാം പറഞ്ഞു. കട്ട് ഓക്കെ, ഉഗ്ര ഷോട്ട്. ഞാൻ നോക്കിയപ്പം എൻ്റെ കാലിൻ്റെ 1 ഇഞ്ച് 1/2 ഇഞ്ചൊന്നുമില്ല, 1 മില്ലിമീറ്റർ ഇപ്പുറത്താണ് ഈ കുന്തം ഇറങ്ങി പോയിരിക്കുന്നത്. ഇദ്ദേഹം ഈ ആവേശത്തിൽ വന്നിട്ട് ഒരു ഒറ്റ കുത്ത് എനിക്ക് ഫീൽ ചെയ്ത് ഒരു അല്പം മാറിയിരുന്നെങ്കിൽ എൻ്റെ ഈ കാൽപാത 2ആയിട്ട് പൊളന്നു പോയത്. കാര്യം ഇത്രയും ഫോഴ്സിലായി കുത്തുന്നത്. എല്ലാം ഓക്കെ. ഞാൻ പറഞ്ഞു മാഷേ എന്താ സാർ? ഞാൻ പറഞ്ഞു ഈ താഴോട്ട് നോക്കാൻ പറഞ്ഞു. അത് അയ്യോ ഇവിടെയാണോ ഞാൻ കുത്തിയത്? ഞാൻ പറഞ്ഞ മാഷേ അതെ എനിക്ക് കുറച്ച് ആവേശം കൂടിപ്പോയി. ഞാൻ പറഞ്ഞു സിനിമയിൽ അഭിനയിക്കുമ്പം അഭിനയമേ പാടുള്ളൂ, കൂടുതൽ ആവേശം കാണിക്കരുത്. ഇപ്പോൾ 2ആയിട്ട് മുറിഞ്ഞു പോയാലോ. അയ്യോ സോറി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. സാധാരണ ഒരു മലയാളം പടം ചെല്ലാത്ത ഒരു സ്ഥലമാണ് ഈ പോർച്ചുഗൽ എന്ന് പറഞ്ഞ സ്ഥലം.
ഒരു പടം ഫുൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഫുള്ളല്ല, അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ മൈസൂരിൽ ഷൂട്ട് ചെയ്തു. മേജർ പോർഷൻ മുഴുവൻ ഷൂട്ട് ചെയ്തത് അവിടെയാണ്. മൈ സ്റ്റോറി എന്ന് പറഞ്ഞ പടം, പൃഥ്വിരാജിൻ്റെ സിനിമ. അപ്പോൾ അത് ഈ യൂറോപ്പിൽ നല്ല ഭംഗിയുള്ള, വളരെ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പോർച്ചുഗൽ. പോർച്ചുഗലിൽ നമ്മൾ ഒരു സ്ഥലത്തല്ല ഷൂട്ട് ചെയ്തത്. നമ്മളൊരു ഉള്ള 10-20 ദിവസം ഒരു 5-8 സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്. ഒരു സ്ഥലത്ത് 3 ദിവസം താമസിക്കുന്നു, ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. അവിടെ നിന്ന് ഒരു 1-2 വലിയ ബസ്സുമൊക്കെ ആയിട്ട് നമ്മൾ നേരെ അടുത്ത ഡ്രൈവ് ചെയ്ത് 2-3 മണിക്കൂർ 4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വേറെ സ്ഥലത്തെത്തുന്നു. അവിടെ താമസിക്കുന്നു, അവിടെ 2 ദിവസം ഷൂട്ട് ചെയ്യുന്നു, അവിടെ നിന്ന് വീണ്ടും ട്രാവൽ ചെയ്യുന്നു, അവിടെ താമസിക്കുന്നു. അങ്ങനെയൊക്കെ യാത്ര ചെയ്ത് പോർച്ചുഗൽ, എനിക്ക് തോന്നുന്നു പോർച്ചുഗലിൻ്റെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഷൂട്ട് ചെയ്തു. ലാസ്റ്റിലാണ് പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലിലേക്ക് വന്നത്. അപ്പോൾ അതിനു മുമ്പ് പോർട്ടോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഈ പോർട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോർട്ട് വൈനിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം. ഭയങ്കര സുന്ദരമായ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വൈനറീസ് ഉള്ള സ്ഥലം. പോർട്ട് വൈൻ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ലോകം മുഴുവൻ പോർട്ട് വൈൻ പോകുന്നത് അവിടെ നിന്നാണ്. അതാണ് പോർട്ടോ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു 5 ദിവസം ഷൂട്ടിംഗ് ഉണ്ട്, 5-6 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. അന്ന് ഒരു രാത്രി മുഴുവൻ ഞങ്ങളെല്ലാം കൂടെ നല്ല വൈനൊക്കെ വാങ്ങിച്ച് കുടിച്ചു. അവിടെ നമ്മൾ സാധാരണ റെഡ് വൈനും വൈറ്റ് വൈനും കാണും. അവിടെ ഗ്രീൻ വൈൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ട്രാൻസ്പെറൻ്റ് ആണ്, വെള്ളം പോലെ ഇരിക്കും. ആ ഗ്രീൻ വൈൻ അത് അപാരമായ ടേസ്റ്റാണ്. വൈനിന് വളരെ വിലക്കുറവാണ്, പച്ചവെള്ളത്തിനേക്കാളും വില കുറവാണ് വൈനിന് അവിടെ. അപ്പോൾ പലപ്പോഴും നമ്മൾ വൈനാണ് വാങ്ങിച്ച് വെള്ളത്തിൻ്റെ പകരം കൈവച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ വൈൻ, പലതരത്തിലുള്ള വൈൻ കുടിച്ചു. നല്ല രസകരമായൊരു അനുഭവമായിരുന്നു. അപ്പം ഈ പോർട്ടോയുടെ ഹൃദയഭാഗത്തൂടെ വലിയൊരു നദി ഒഴുകുന്നുണ്ട്. ആ നദിയുടെ ഇക്കരയിൽ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുകയാണ്. നമ്മൾ താമസമല്ല അക്കരയില്ല, അവിടെ അത് റോഡിൽ കൂടെ പോകണം, ട്രാവൽ ചെയ്ത് പോകണം. ഇപ്പം നമ്മൾ ഇവിടെ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു. ഞാൻ വെറുതെ റൂമിലിരിക്കില്ല. കാര്യം ലൊക്കേഷൻ അത്ര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ വെറുതെ കണ്ടോണ്ടെങ്കിലും ഇരിക്കാമല്ലോ. റൂമിലിരുന്ന് വെറുതെ ചുമരി നോക്കിക്കൊണ്ടിരിക്കുന്ന ആരുമില്ലാത്തതുകൊണ്ട് ഞാനും ഒരു വണ്ടി കയറി വന്നു. അപ്പോൾ എനിക്കൊന്ന് വർക്കില്ലാത്തതുകൊണ്ട് ഞാനും വന്നു. അതൊരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഈ തടാകത്തിൻ്റെ കരയിലാണ് ഷൂട്ടിംഗ് കിടക്കുന്നത്. പൃഥ്വിരാജിൻ്റെയും പാർവതിയുടെയൊക്കെ എന്തൊക്കെയോ സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വന്ന് വെറുതെ ഇങ്ങനെ അവിടെ കറങ്ങി തിരിഞ്ഞ് സ്ഥലം കണ്ട് ഇങ്ങനെ നടക്കുക. അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ റൂമിൽ ഇരിക്കും. പക്ഷേ ഇതൊരു വിദേശ രാജ്യമായതുകൊണ്ട് നമുക്ക് സ്ഥലം കാണാനുള്ള ഒരു താല്പര്യം കൊണ്ട് ഞങ്ങൾ അവിടെ 2-3 പേര് ചേർന്നിട്ട് അവിടെ ഈ മെട്രോ ട്രെയിനുണ്ട്. ഇപ്പോൾ ഈ ട്രെയിനിൽ കയറിയിട്ട് ഞങ്ങൾ 3 പേര് കയറി എങ്ങോട്ടോ ഈ ട്രെയിൻ ചുമ്മാ പോവാം. ഞങ്ങൾ കുറേ ദൂരം ഇങ്ങനെ പോയി എവിടെയോ ട്രെയിൻ നിന്നപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം, ഏതോ ഒരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലം. ആ ട്രെയിൻ പിന്നെയും അങ്ങോട്ട് പോയി. കുറച്ച് പിന്നെ എന്ത് ചെയ്യാൻ, നമുക്ക് അടുത്ത ട്രെയിനിൽ കയറി ഇങ്ങോട്ട് പോകാം. അങ്ങനെ അടുത്ത ട്രെയിനിൽ കയറി ഇങ്ങോട്ട് വന്നു. അങ്ങനെ ചുമ്മാ സ്ഥലം കാണാൻ വേണ്ടി ഈ ട്രെയിനകത്തിരിക്കുമ്പോൾ ഈ ഗ്രാമാന്തരീക്ഷങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങളിങ്ങനെ കാണാമല്ലോ. അങ്ങനെ അവിടെ എല്ലാം കറങ്ങി. അപ്പോൾ ഈ പോർട്ടോയിൽ വന്നിട്ട് ഞാൻ ഈ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ലൊക്കേഷനിൽ വന്നപ്പോൾ അവിടെ ഒരു വൈകുന്നേരം ഒരു 4-5 മണി സമയത്ത് അവിടെ ഷൂട്ടിങ് നടക്കണം. അപ്പം അതിനകത്ത് ജിനു എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യനായിട്ടൊരു കക്ഷിയുണ്ട് അവിടെ. അപ്പം അയാളെന്നോട് ചോദിച്ചു, ചേട്ടാ എന്ത് ചുമ്മാ വന്ന്. അപ്പം അവിടെ മുഴുവൻ നല്ല കടകളാണ്, ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന ജോയിൻറ്റുകൾ, പിന്നെ ഷീഷ ബാറുകൾ, പിന്നെ നമ്മുടെ ആൽക്കഹോളിൻ്റെ ആ ബാറുകൾ, പബ്ബ്, അത് ഇഷ്ടം പോലെയുണ്ട്. എല്ലാം ചെറിയ പഴയ സ്ഥലമാണ്. അവിടെ പഴയ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ബിൽഡിങ്ങുകൾ, അതിനകത്ത് ഇങ്ങനെ അതൊരു പ്രത്യേക ഭംഗിയാണത്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടന് സ്മോൾ എല്ലാം കഴിക്കണമെന്ന്, ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ അതിഗംഭീര തണുപ്പാണ്. അപ്പോൾ സ്മോൾ എല്ലാം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണമെങ്കിലാവാം, പണിയൊന്നുമില്ലല്ലോ. അപ്പം ടക്കീല അടിച്ചാലോ? ഞാൻ പറഞ്ഞാൽ എന്നാൽ ടക്കീല ഓരോ ഷോട്ട് അടിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ഒരു പബ്ബിൽ കയറി. അതിൻ്റെ കുറച്ചപ്പുറത്തൊരു പബ്ബിൽ കയറി. ഷൂട്ടിംഗ് അപ്പുറത്ത് കിടക്കും, ഇയാൾക്കും പണിയൊന്നുമില്ല. ആ പബ്ബിലോട്ട് കയറി ഞങ്ങൾ ആ കൗണ്ടറിൽ ചെന്നിട്ട് പറഞ്ഞു 2 ടക്കീല ഷോട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കുന്നതെല്ലാം ആ രാജ്യക്കാരാണ്, ആ നാട്ടുകാരാണ്. ഞങ്ങൾ 2 പേരും വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ വിദേശ നാട്ടുകാരാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അവർ ശ്രദ്ധിച്ചു, പക്ഷെ അവർ മൈൻഡ് ചെയ്യുന്നില്ല, അവർ അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പം ഞങ്ങൾ ടക്കീല എടുത്ത് വെച്ചപ്പം ടക്കീല ഷോട്ടിൻ്റെ കൂടെ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ നാരങ്ങയും ഉപ്പും വെച്ചിട്ട് ഇങ്ങനെ അതിനെ ചേസ് ചെയ്യും.
അതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അതിന് വേണ്ടി അത് തന്നു. നമ്മൾ ഒരു ടക്കീല കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഒരു ടക്കീല പറഞ്ഞു. അപ്പോൾ നമ്മുടെ കഷ്ടകാലത്തിന് അവിടെ ടക്കീല ആ ബോട്ടിൽ തീർന്നു. ആ ബോട്ടിലല്ല, അവരുടെ ടക്കീല സ്റ്റോക്ക് തീർന്നു. അവസാനം ഇരുന്ന 2 എണ്ണം നമുക്ക് തന്നത്. അപ്പോൾ അവർ പറഞ്ഞു ടക്കീല തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടക്കീല തീർന്നു പോയെങ്കിൽ ഒരു കാഞ്ചി അടുത്തത് വോഡ്ക തരാൻ പറഞ്ഞു. അതും ഇതുപോലെ ഷോർട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ ഈ നാരങ്ങ പരിപാടി നടക്കില്ല. അപ്പോൾ ഇവൻ പറഞ്ഞു നോക്ക് അച്ചാർ കിട്ടിയാൽ. അപ്പോൾ ഞാൻ പിക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി. പിക്കിളും അച്ചാറും ഒന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു സോസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഈ പെരി പെരി സോസ്, ഹോട്ട് സോസ് ഉണ്ട്, നല്ല എരിവുള്ള സോസ് ഉണ്ട്, ആ സോസേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സോസ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചോദിച്ചു ഈ സോസ് വെച്ച് എന്ത് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു. അതുകൊണ്ട് സോസ് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്ന ഒരാൾ അയാളും ഇവിടെ നിന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചു നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ അയാൾ ഈ കുപ്പി കൊണ്ട് വെച്ചു സോസിൻ്റെ. നമ്മളെന്തുകൊണ്ട് ഈ സോസിനെ ഇങ്ങനെ കയ്യിലോട്ട് ഒഴിച്ചു ഞങ്ങൾ 2 പേരും. ഈ സോസ് ഇങ്ങനെ ഒന്ന് നക്കിയാൽ തന്നെ ഭയങ്കര എരിവാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇത് അയാൾ പറയുകയാണ് ഇത് നിങ്ങൾ കഴിക്കരുത്, ഭയങ്കര എരിവുള്ള സോസാണ്. അപ്പം നമ്മൾ മനസ്സിലായില്ല കന്നെ നമ്മളെത്താണ് കാന്താരി മുളക് തിന്നേണ്ട, നമ്മളെത്താണ് ഈ വേല. നമ്മൾ ഇത് വാങ്ങിച്ചു, ഇത് കുടിച്ചു, ഇത് നക്കിയപ്പോൾ അതിന് എരിവൊന്നുമില്ല. ഈ എരിവ് നമുക്കത് എരിവായിട്ട് തോന്നിയില്ല. ഈ സാധനമാണ് അവർ ഇങ്ങനെ തൊട്ട് നക്കിയ ഐസ് കട്ട വാരി വിഴുങ്ങണത്. അവർക്കൊന്നും താങ്ങാക്കൂല. നമ്മുടെ ഒരു എരിവിൻ എടുക്കുന്ന ആ രീതി അവർക്ക് പറ്റില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ച് ഇത്രയും എരിവുള്ള സാധനം ഇങ്ങനെ നക്കുന്ന ഭ്രാന്തന്മാരാണ് ഇവന്മാർ. അത് ഇവർക്ക് എരിവും വികാരമില്ലാത്തവന്മാരോ. നമ്മൾ കൂളായിട്ട് വീണ്ടും കുറച്ചുകൂടി ഇങ്ങനെ ഒഴിച്ചു വീണ്ടും നക്കുന്നു. ഒരെണ്ണം കൂടെ തരാൻ പറഞ്ഞു, ഒരെണ്ണം കൂടെ ഒഴിച്ചു, വീണ്ടും ഒഴിച്ച് നാക്കി, വീണ്ടും ഇത് ഒഴിച്ചു ആക്കി എന്ന് പറഞ്ഞ് തുടച്ചു. എത്ര രൂപയെന്ന് ചോദിച്ചു. ഉടനെ ഈ കടക്കാരൻ നിങ്ങൾക്ക് ഫ്രീ, പൈസ ഒന്നും വേണ്ട. പക്ഷേ അതെന്ത് കാര്യം ഇങ്ങനത്തെ 2 അവതാരത്തിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ സാധനം വെറുതെ എടുത്ത് വെച്ച് നാക്കണം, ഇത് തൊട്ടാൽ എരിയുന്ന സാധനമാണ്. അവൾ പറഞ്ഞു നമുക്ക് ഇതൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾ ഈ എരിവ് കഴിക്കുന്നതാണ്, പച്ചമുളകൊക്കെ ഇഷ്ടംപോലെ കഴിക്കുന്നതുകൊണ്ട് അവർക്ക് അതൊന്നും. അവർ പറഞ്ഞു ഓൺ ദ ഹൗസ് ഫ്രീ, 5 പൈസ പോലും തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജിനു പറഞ്ഞു ഇത് അറിഞ്ഞിരുന്ന അണ്ണ 2-3 കൂടെ കീച്ചായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട, എന്നിട്ട് അങ്ങോട്ട് പോകണ്ടേ, ബോധം വേണ്ടി അടിച്ച് കിളിയായിട്ട് അവിടെ ചെന്ന് നിൽക്കാക്കില്ലല്ലോ, പണിയൊന്നുമില്ല. എന്നാൽ പോലും അങ്ങനെ പോർച്ചുഗീസുകാരൻ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഡ്രിങ്ക് തന്നു ആ സുന്ദരമായ സ്ഥലത്ത്. ഇനി രണ്ടാമതൊരു പോക്ക് അങ്ങോട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പോർട്ടോ എന്ന് പറഞ്ഞ സ്ഥലം. ബ്യൂട്ടിഫുൾ പ്ലേസ്. സിനിമയിൽ നടനാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. വളരെ യാദൃശ്ചികമായിട്ട് സിനിമയിൽ വന്ന് കയറിയതാണെന്ന് ഞാൻ പറഞ്ഞതാണ്. അതാണ് സത്യമെങ്കിലും എൻ്റെ രക്തത്തിൽ ഒരു സിനിമ അലിഞ്ഞിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്. അത് എന്നെ അടുത്തറിയാവുന്നവർക്കും അല്ലാതെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ നടനായിരുന്നു. അച്ഛൻ്റെ കരിയർ പെട്ടെന്ന് ആ സിനിമയിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. അച്ഛൻ കല്യാണം കഴിച്ചതേ ലേറ്റായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ പ്രസവിക്കുമ്പോൾ തന്നെ അച്ഛന് നല്ല 48-50 വയസ്സടുപ്പിച്ച് പ്രായമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത് 1938 to 45 ആ കാലഘട്ടത്തിൽ അച്ഛൻ തമിഴിൽ, ഞാൻ പറഞ്ഞതാണ് എൻ്റെ അച്ഛൻ തമിഴ്നാട്ടുകാരനാണ്. ഒരു 10 സിനിമയോളം അച്ഛൻ ചെയ്തു തമിഴിൽ അന്നത്തെ കാലത്ത്. അതിനകത്തൊരു 7 പടവും കണ്ടോ ഹീറോ ആയിട്ടാണ് അഭിനയിച്ചത്. ഒരു സിനിമയിൽ VN ജാനകി നായികയായിരുന്നു. VN ജാനകി എന്ന് പറയുന്നത് തമിഴിലെ അറിയപ്പെടുന്ന നായികയാണ്. അതിലുപരി അവർ MGRൻ്റെ വൈഫായിരുന്നു. അച്ഛൻ്റെ നായികയായിട്ട് ത്യാഗി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുമ്പം MGR സിനിമാ ഫീൽഡിൽ വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത് തന്നെ. പിന്നെ എൻ മകൻ, മദന കാമരാജൻ, ഭക്തപ്രഹ്ലാദൻ എന്നൊക്കെ പറഞ്ഞ് ഒരു 8-10 സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. അതിനകത്ത് മദന കാമരാജൻ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം സെക്കൻഡ് ഹീറോ ആയിരുന്നു. സടഗോപൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിലെ ഹീറോ. അത് ഈ വടക്കൻ പാട്ട് പോലത്തെ വാളും പരിചയം പടമായിരുന്നത്. അപ്പോൾ ആ സിനിമയുടെ മാത്രമേ പ്രിൻ്റുള്ളൂ. പ്രിൻ്റെന്ന് പറഞ്ഞാൽ അതിപ്പം യൂട്യൂബിൽ ആ സിനിമ അവൈലബിളാണ്. മദന കാമരാജൻ.
ആ സിനിമ അതിപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ട്വിസ്റ്റ് ഓഫ് ഫേറ്റ് എന്നൊക്കെ പറഞ്ഞത് പെട്ടെന്ന് അദ്ദേഹം അതിൽ നിന്ന് മാറി, സിനിമയിൽ നിന്ന് മാറി. അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ ഒന്നും പലരും പല കാരണങ്ങൾ പറഞ്ഞെങ്കിൽ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു കാരണം എനിക്കറിയില്ല. പക്ഷേ എൻ്റെ റിലേറ്റീവ്സൊക്കെ പല കഥകളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം ഈ സ്പോർട്സുമായിട്ട് ടേബിൾ ടെന്നീസ് കളിക്കുമായിരുന്നു. പിന്നെ കോച്ചായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ ടേബിൾ ടെന്നീസ് കോച്ചിങ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സിൻ്റെ കോച്ചായി മാറിയതും പോയതും. അതല്ലാതെ പിന്നെ ഒരു സിനിമ ബന്ധം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ തന്നെ രക്തം, എൻ്റെ അച്ഛൻ. അതുകൊണ്ട് എന്നിലേക്ക് ഒരു പക്ഷേ എനിക്കും ദൈവം കാത്തുവച്ചത് സിനിമ ലോകം തന്നെയായിരിക്കും. പണ്ട് എന്നെ ചിറ്റ സിനിമയ്ക്ക് പോകുമ്പോൾ എന്നെയും കൊണ്ടുപോകും. ഞാൻ പക്ഷേ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ സീറ്റിൻ്റെ താഴെ ഇറങ്ങിയിരിക്കും, എനിക്ക് കാണാൻ പേടിയാണ്. അപ്പോൾ എൻ്റെ കസിനുണ്ട് അനു എന്ന് പറഞ്ഞ്, എൻ്റെ അതേ പ്രായക്കാരിയാണ്. അനുവിൻ്റെ അമ്മയും പിന്നെ ഈ ഞങ്ങൾ 4 പേരായി, 2 പിള്ളേർ. ഇപ്പോൾ ഇവളെ ഞാൻ പിടിച്ച് താഴെ ഇരുത്തും. നീ കാണണ്ട സിനിമ എന്ന് പറഞ്ഞ് അവളെയും പിടിച്ച് താഴെ ഇരുത്തും. അവൾക്ക് പക്ഷേ സിനിമ കാണണം. അപ്പോൾ അനു ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കും, സീറ്റിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഞാൻ പിച്ചു, നോക്കല്ല എന്ന് പറഞ്ഞ് പിച്ചു. സിനിമ കാണുകയില്ല, മറ്റുള്ളവരെ കാണാനും സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു ജന്മമായിരുന്നു ഞാൻ. ഭയങ്കര പേടി. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പം. അതിപ്പോഴും ഓർമ്മയുണ്ട്. പക്കാ റൗഡി എന്ന് പറഞ്ഞ സിനിമ, തമിഴ് സിനിമ. ഇവർ പോയിട്ട് അതിനകത്ത് ഫൈറ്റും ബൈക്ക് ചേസും ഫൈറ്റും എല്ലാം കണ്ടിട്ട് പേടിച്ചിട്ട് പിന്നെ ഭയങ്കര പേടിയാണ്. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് കണ്ട സിനിമ താര എന്ന് പറഞ്ഞ സിനിമയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് അറിയില്ല, അതാണ് എൻ്റെ ഒരു ആദ്യകാല സിനിമയുടെ ഓർമ്മ, താര. അമ്മയുടെ വീട്ടുകാർ ഒരുപാട് പേര് പാടുന്നവർ. എൻ്റെ അമ്മ മ്യൂസിക് ലെക്ചറായിരുന്നു. അതല്ലാതെ പാടുന്നവർ എൻ്റെ അമ്മയുടെ അനിയനും 2 അനിയന്മാരും നന്നായിട്ട് പാടും. ചേച്ചിമാർ, എൻ്റെ കുഞ്ഞമ്മ നന്നായിട്ട് പാടും, മൂത്ത വല്യമ്മ പാടും. അപ്പോൾ പാടുന്ന ഒരുപാട് ആൾക്കാർ ഫാമിലിയിലുണ്ട്. അമ്മ മാത്രമാണ് മ്യൂസിക് ലെക്ചറായിരുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനും പാടും. അച്ഛൻ്റെ വീട്ടുകാർ എല്ലാവരും വളരെയധികം സംഗീത വാസനയുള്ള ആൾക്കാരാണ്. പാടുന്നവരുണ്ട്, പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവരുണ്ട്. അപ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയൻ, അദ്ദേഹത്തിൻ്റെ പേര് KG മേനോൻ എന്നാണ്. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു. അദ്ദേഹം സിനിമാ നടനായിരുന്നില്ല. അദ്ദേഹം ഈ ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു. അതിൻ്റെ പ്രൊഫഷൻ അതായിരുന്നു. അദ്ദേഹം അസാധ്യമായിട്ട് പാട്ട് പാടും, ഭജന പാടുമായിരുന്നു. പല സ്ഥലങ്ങളിലും പോയി ഭജന പാടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ കുറേ വർഷം ഭജന പാടാൻ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ ഭജനകൾ എനിക്കറിയാമായിരുന്നു, ഇപ്പോഴും അറിയാം കുറേയൊക്കെ. അപ്പോൾ അദ്ദേഹം കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച ഒരു അറിയപ്പെടുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി എന്ന് പറഞ്ഞ സിനിമയിൽ കമലഹാസനും സറീന വഹാബുമാണ് അതിൽ ഒരു സ്വാമിയായിട്ട് അഭിനയിച്ചു. അത് എനിക്ക് ആദ്യമായിട്ട് അഭിനയിച്ച അതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ അദ്ദേഹം അഭിനയിച്ച ഒരു 7 പടങ്ങളിൽ ഏറ്റവും അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്ന വേഷം എന്ന് പറഞ്ഞാൽ തകര എന്ന് പറഞ്ഞ സിനിമയിലെ പ്രധാന വില്ലൻ മാധുമൂപ്പൻ. അതിനകത്ത് പ്രതാപത്തിനും സുരേഖയുമാണ് നായകനും നായിക. അവർ സുരേഖയുടെ അച്ഛനായിട്ട് അഭിനയിച്ച മീശയൊക്കെ കൊമ്പം, എപ്പോഴും അദ്ദേഹത്തിന് കൊമ്പം മീശയുണ്ട്. അപ്പം മാധുമൂപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം അത് അഭിനയിച്ചത് എൻ്റെ അമ്മാവനാണ്. അപ്പോൾ അങ്ങനെ ഒരു രക്തബന്ധം കൂടെ ഒരു സിനിമ നടനുമായിട്ടുണ്ടായിരുന്നു. ഈ അമ്മാവൻ്റെ ഭാര്യയുടെ നേരെ അനിയനാണ് നമ്മൾ എല്ലാവരും ഇപ്പോഴും കണ്ട് ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന, നമ്മളെ ചിരിപ്പിക്കുകയും ആസ്വദിപ്പിക്കുകയും ചെയ്യുന്ന ജനാർദ്ദനൻ ചേട്ടൻ. അപ്പോൾ ജനാർദ്ദനൻ ചേട്ടനുമായിട്ട് അങ്ങനെ, അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സിനിമയിൽ ആഗ്രഹിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ എനിക്ക് അഭിനയിക്കാമായിരുന്നു, കുട്ടിക്കാലത്തെ അഭിനയിക്കാമായിരുന്നു. സിനിമാ ബന്ധമുണ്ടായിരുന്നു എന്ന് കൂടെ പറയാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്. അത് ഈ അച്ഛൻ്റെ കാര്യം പലർക്കും അറിയില്ല. അപ്പോൾ ഞാൻ തമിഴിൽ അഭിനയിച്ച സമയത്ത് ഞാൻ VK രാമസ്വാമി എന്ന് പറഞ്ഞ നടനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞിങ്ങനെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം സിനിമ കണ്ട്, എൻ്റെ അച്ഛൻ്റെ സിനിമ കണ്ട ഓർമ്മയുണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അദ്ദേഹം വെറും ഒരു മലയാള നടൻ എന്നുള്ള രീതിയിലാണ് എന്നെ കണ്ടിരുന്നത്. 2 സിനിമകൾ, ഒരു സിനിമയും ഒരു സീരിയലുമാണ് അദ്ദേഹത്തിനോട് ഞാൻ അഭിനയിച്ചു. അപ്പോൾ അത് വലിയൊരു സ്നേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ ഈ സ്നേഹം കുറച്ച് കൂടുതൽ ആ കാര്യം ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് നല്ല ഒന്നാന്തരമായിട്ട് ഓർമ്മയുണ്ട് എൻ്റെ അച്ഛൻ്റെ സിനിമ കണ്ടത്. ഈ എൻ മകനോ ത്യാഗിയോ ഏതൊക്കെ സിനിമ കണ്ടതൊക്കെ ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ പിന്നെ ശിവാജി സാറിനകത്ത് ഞാൻ ഈ പ്രഭുവുമായിട്ട് ഒരു സിനിമ അഭിനയിച്ചെങ്കിൽ ആ സിനിമ പൂർത്തിയാക്കിയുമില്ല, അത് വെളിയിലും വന്നില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം
പിന്നീട് ശിവാജി സാറിനെ എന്നെ പരിചയപ്പെടുത്തുന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഫോട്ടോ ഇരിപ്പുണ്ട്. ശിവാജി സാറ് പ്രഭു അണ്ണനും അപ്പുറത്തും ഇപ്പുറത്ത് നിന്നിട്ടെടുത്ത ഫോട്ടോ എപ്പോഴും ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ശിവാജി സാറിനെ തോന്നും. അപ്പോൾ സാറും പറഞ്ഞു അദ്ദേഹത്തിൻ്റെയും കുട്ടിക്കാലത്ത് അദ്ദേഹം കണ്ട ഓർമ്മയുണ്ട്, സിനിമകൾ കണ്ട ഈ സിനിമയൊക്കെ കണ്ട ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് ഈ ഫെമിലിയർ ആയില്ല. അതിന് മുമ്പേ അദ്ദേഹം എൻ്റെ അച്ഛൻ സിനിമാഭിനയം നിർത്തിയത് കാരണം അച്ഛൻ്റെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. കൃഷ്ണമൂർത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, നന്ദലാൽ കൃഷ്ണമൂർത്തി എന്നാണ് എൻ്റെ പേര്. അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ്റെ കണ്ട ഓർമ്മ ഉണ്ടെന്ന് ഇവരൊക്കെ പറഞ്ഞു. അപ്പം എനിക്കൊരാഗ്രഹം ഇതിൻ്റെ ഒരു പ്രിൻ്റ് കിട്ടിയാൽ കൊള്ളാമെന്നാണ്. അപ്പം എനിക്ക് വേണ്ടിയിട്ട് പ്രഭുവണ്ണൻ അവിടുത്തെ ഫിലിം ചേംബറിലും ഒക്കെ കുറേ തപ്പി ഇതൊന്നുമില്ല, ഈ പടങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഭാഗ്യത്തിന് രാജ് ടി വിക്കാർ ആരോ ആണ്, അവർക്ക് ഇത് കിട്ടിയിട്ടാണ് അവരുടെ ചാനലിൽ കൂടെ ഈ പടം വെളി വിട്ടത്, യൂട്യൂബിലേക്ക് വിട്ടു. അവരാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോഴെൻ്റെ കസിൻ വിളിച്ചു പറഞ്ഞു, നന്ദു ഈ സിനിമ വന്നിട്ടുണ്ട്, യൂട്യൂബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ എനിക്കടുത്ത് അയച്ചു തന്നു. അങ്ങനെ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് പക്ഷേ അന്നത്തെ സിനിമയല്ലേ, മൂന്ന് മണിക്കൂറൊന്നും അന്നത്തെ സിനിമ. അന്നത്തെ കാലഘട്ടത്തിൽ സിനിമകളെല്ലാം 3.5-4 മണിക്കൂറൊക്കെ ഉള്ള സിനിമകളായിരുന്നു. അങ്ങനെ ആ ഓർമ്മയ്ക്കായി ആ സിനിമയുണ്ട്. എൻ്റെ അമ്മയും ഒരു സിനിമയിൽ പാടി, തിക്കുറിശപ്പൂപ്പൻ്റെ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ പടമാണ് സ്ത്രീ എന്ന് പറഞ്ഞ സിനിമയിൽ 4 പാട്ടുകൾ അമ്മയാണ് പാടിയത്. ഇന്ന് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ പേരും വരികളും എല്ലാം ഉണ്ട്, പക്ഷേ ആ പാട്ട് ഒരിടത്തും ഇല്ല. അത് തിക്കുറിശി അപ്പൂപ്പൻ്റെ അടുത്തും അപ്പൂപ്പനും അറിയാം. അപ്പൂപ്പനും ഒരുപാട് ശ്രമിച്ചു നോക്കി ഈ പാട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷെ ഒരിടത്തും ഇല്ല. ആ പടത്തിൻ്റെ പ്രിൻറ്റും ഇല്ല, പാട്ടും ഇല്ല. അതെല്ലാം ഈ പറഞ്ഞ പോലെ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി. അപ്പോൾ അത് അമ്മയുടെ ശബ്ദം കേൾക്കാനുള്ള ഏക ചാൻസായിരുന്നു അത്. ആ ചാൻസ് പോയി കിട്ടി. പക്ഷേ അച്ഛൻ്റെ ശബ്ദം ഉണ്ട്, അച്ഛൻ പാടിയ പാട്ടുകളൊക്കെ അതിൻ്റെ ടേപ്പൊക്കെ ഉണ്ട്, കാര്യങ്ങൾ ഈ അമ്മാവൻ്റെ. അങ്ങനെ ഒരു സിനിമാ ബന്ധം കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു സിനിമാടനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ.